സേതു വി എസ് എന്ന രണ്ടക്ഷരം കേരളത്തിൻ്റെ ഹൃദയമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് വി എസിൻ്റെ ഈ വേലിക്കകത്ത് വീട്. നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1/2 കിലോമീറ്റർ ചുറ്റളവിൽ വെച്ച് പൂർണ്ണമായിട്ടും ഗതാഗതം വാഹനങ്ങൾ കടത്തിവിടുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന മനുഷ്യരൊക്കെ പുലർച്ചെ മുതൽ തന്നെ എപ്പോഴാണ് ഇവിടെ എത്തിയത്? രാത്രി 12 മണിക്ക് കോഴിക്കോട്. ഇന്നലെ രാത്രി മുതൽ കാത്തു എവിടെ നിന്നാ വരുന്നത്? രാത്രി തന്നെ വന്നേക്കണേ. വടക്കൊന്ന് ഒരു നോക്ക് കാണുക എന്നുള്ളത് തന്നെയാണ്. അതെ. ഈ എവിടെ കണ്ണൂരിൽ നിന്ന് നിരവധി ആളുകൾ വന്നിട്ടുണ്ടോ? നിരവധി ആളുകളുണ്ട്, കൂട്ടുകാരൊക്കെ ഉണ്ട്. വലിയ സംഘമായിട്ട്. കോഴിക്കോട് നിന്ന് എങ്ങനെയാണ്? കോഴിക്കോട് നിന്ന് വണ്ടി വിളിച്ചാണ് വന്നത്. ഞങ്ങളൊക്കെ എങ്ങനെയാണ് വി എസിനോട്ടുള്ള ഒരു ഓർമ്മകളൊക്കെ? ആവശ്യമല്ലേ, എന്നും ആവശ്യമല്ലേ. വി എസിനെ പോലെ ഒരാൾ ഇനി ജീവിച്ചിരിക്കാൻ ഇനി ഉണ്ടാകാൻ സാധ്യതയല്ല. കാരണം ഒന്ന്, ആദിവാസി പ്രശ്നത്തിൽ വി എസിനെ പോലെ നിലപാടെടുത്ത ഒരാൾ കേരളത്തിലില്ല, ഇപ്പോഴും ഇല്ല. ചങ്കും കരളുമാണ് ഞങ്ങളുടെ വി എസ്. എന്നും ഞങ്ങൾ ഓർമ്മയിൽ കൊണ്ടു നടക്കും. ഒരു നോക്ക് കൂടി കാണാൻ വേണ്ടി വന്ന അവസാനമായി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് വലിയ ഓർമ്മകളാണ്. വലിയ ഓർമ്മകളില്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥി കാലഘട്ടത്തിലുള്ളൊരു ആവേശമാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. വി എസിൻ്റെ ഒരു സമരം എന്ന് പറയുന്നത് നേരിട്ട് പല രീതിയിലും അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ സമര മുഖങ്ങളിലൊക്കെ വി എസ് വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള പല ഓർമ്മകളും ഉണ്ടായിരുന്നു. അതുതന്നെയാണ് സേതു. എന്നും ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് നിരവധി ആളുകൾ വി എസ് ഉള്ള തിരുവോണ ദിവസം വരുമായിരുന്നു. പക്ഷേ അതിൻ്റെ 4 ഇരട്ടിയിലധികം ആളുകൾ ഇപ്പോൾ വി എസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ചേച്ചിമാരൊക്കെ എനിക്ക് തോന്നുന്നു എപ്പോഴാണ് വന്നത്? ഇന്നലെ രാവിലെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. 10:30 പുറപ്പെട്ടു. 11 മണിയാകുമ്പോൾ ഇവിടെ എത്തി. രാത്രി 11 മണിക്ക് ഇവിടെ എത്തി. എവിടെ നിന്നാണ് വരുന്നത്? ഇരിക്കൂർ. മട്ടന്നൂർ മണ്ഡലം. രാത്രി മുതൽ നിൽക്കണേ വി എസ്? രാത്രി മുതൽ. അതെ. കണ്ടിട്ടേ പോകുള്ളൂ. കണ്ടിട്ടേ പോകും. എല്ലാവരും കണ്ണൂരിൽ നിന്ന്? തൃശ്ശൂരിൽ നിന്നാണ്. കോഴിക്കോട്. ഇന്നലെ രാത്രി 3 മണിക്ക് ഇവിടെ എത്തി, പുലർച്ചെ. ഇന്നെല്ലാം കഴിഞ്ഞിട്ട് സംസ്കാരം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എവിടെ നിന്നാണ് വരും? കണ്ണൂര്. പാലം, ഒറ്റപ്പാലം. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഇവിടെ എത്തി. ഇനി ഇത് കഴിഞ്ഞിട്ട് പോകുന്നത്. തന്നെയാണ് സേതു. ഈ മനുഷ്യരെല്ലാവരും കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും എല്ലാം വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ. നമ്മൾക്കറിയാം, അവരെല്ലാവരും പറയുന്ന പോലെ തന്നെ പുലർച്ചെയും ഇപ്പം ഇന്നലെയുമായിട്ട് പല രീതികളിൽ ഇങ്ങോട്ട് വന്നിരുന്ന മനുഷ്യർ. ആ മനുഷ്യർ കാത്തു നിൽക്കുന്നു വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി. അവർക്ക് എവിടെയാ? അവിടെ നിന്ന് തന്നെയാണോ? അതെ. എപ്പോഴാണ് എത്തിയത്? രാത്രി 1 മണിക്ക്. എവിടെന്നാ? ഒറ്റപ്പാലം. എത്ര മണിക്ക് എത്തി ഇവിടെ? രാത്രി 1 മണിക്ക് എത്തി. ഇതുവരെ ഉറങ്ങിയിട്ടില്ല? ഇല്ല. അദ്ദേഹത്തെ കാണുക എന്നുള്ളതിനപ്പുറം നമ്മുടെ ഉറക്കമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നിൽക്കുന്നു. അതുതന്നെയാണ് സേതു. ഈ മനുഷ്യരെല്ലാം ഉറങ്ങാതെ വി എസിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യർ. അവർക്കറിയാം തങ്ങളുടെ വി എസിനെ ഇനി തങ്ങൾക്ക് കാണാൻ കഴിയില്ല. മുൻപ് നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഈ വേലിക്കകത്ത് വീട് എപ്പോഴെല്ലാം വി എസ് ഇവിടെ എത്തുമായിരുന്നു, ആ ഘട്ടങ്ങളിലൊക്കെ മനുഷ്യരിങ്ങോട്ടേക്ക് ഓടിയെത്തുമായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ പറയുന്നതിനും വി എസിനെ കാണുന്നതിനു വേണ്ടിയുമെല്ലാം. വി എസ് എന്ന രണ്ടക്ഷരം കേരളം നെഞ്ചേറ്റിയിട്ട് വർഷങ്ങളേറെയായി. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖമായിരുന്നു വി എസ്. ഇവിടെ ഈ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നു. നേരത്തെ തന്നെ ഈ മനുഷ്യരെല്ലാം പറഞ്ഞതുപോലെ പുലർച്ചെയും ഒപ്പം തന്നെ ഇന്നലെയുമായി എത്തിയ മനുഷ്യർ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങൾ പുലർച്ചെ 2 മണിക്ക്. പുലർച്ചെ 2 മണി. എവിടെ നിന്ന് വരുന്നത്? തൃശ്ശൂർ. ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. അവസാന നിമിഷം തെരഞ്ഞെടുപ്പിന് ദമാം സംഘചേതനയായിരുന്നു സഖാവ് വി എസിന് തെരഞ്ഞെടുപ്പുള്ള ഫണ്ട് കെട്ടിവെച്ചത്. ഈ സഖാവിനെ കാണാനായിട്ട് മഴയായാലും ശരി, വിശപ്പായാലും ശരി, ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അവസാന നിമിഷത്തിന് അന്ത്യയാത്ര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുള്ളൂ. എൻ്റെ അച്ഛൻ മരണപ്പെട്ടതിൻ്റെ അതേ തുല്യതയിലാണ് ഞങ്ങളൊക്കെ കാണുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂർ. പുലർച്ചെ 2 മണിക്ക്. ആ നിൽപ്പാണിത്. അതുതന്നെയാണ് സേതു. ഈ പുലർച്ചെ മുതൽ ഈ മനുഷ്യരിങ്ങനെ നിൽക്കുകയാണ് തങ്ങളുടെ വി എസിനെ ഒരു നോക്ക് കാണാനായി. അവസാനമായി വി എസിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി ഈ മനുഷ്യരിങ്ങനെ കാത്തു നിൽക്കുന്നത്. ഇവിടെ കാണാം, വലിയ നീണ്ട നിരയാണ് ഇവിടെ കാണുന്നത്. എവിടെ നിന്നാണ് സഖാവ് വരുന്നത്? ഞാനൊരു മഹാരാഷ്ട്രയിലെ പഴയ സഖാവാണ്. സഖാവിനൊന്ന് കാണാൻ വേണ്ടി ലാസ്റ്റ് വന്ന വി എസ് ഒരു ആവേശമായിരുന്നു. പഠനകാലത്തൊട്ട്. അതുതന്നെയാണ്. എന്തായാലും ഇവരെല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുന്നതാണ് വി എസിനെ കാണുന്നതിന് വേണ്ടി. വലിയ കാരണം വി എസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും പലർക്കും പലതാണ്. വി എസ് അവരുടെ അച്ഛനാണ്, അവരുടെയൊക്കെ സഹോദരനാണ്, പിതൃതുല്യനാണ്.
പലർക്കും പലതാണ് വി എസിനെ കുറിച്ച് പറയാൻ, പല കഥകളാണ്. ആ വി എസ് നമ്മളെയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്.